നിയമസഭയിൽ വീണ്ടും വലിയ കാലുഷ്യങ്ങൾക്ക് നിയമസഭ വേദിയാവുകയാണ്. സെയ്ഫ് സൈനുൽ ആബ്ദീൻ സഭയിൽ നിന്ന്. സെയ്ഫ്, എന്താണ് ഇപ്പോൾ സഭയിൽ നടക്കുന്നത്? നിയമസഭ പിരിഞ്ഞിരിക്കുന്നു നിഷാദ്. പ്രതിപക്ഷത്തിന്റെ അസാധാരണമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇന്നത്തെ നിയമസഭാ സമ്മേളനം പിരിഞ്ഞിരിക്കുകയാണ്. അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാമെന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ തന്നെ സ്വീകരിച്ചിരുന്നു. മലപ്പുറവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാമെന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത്. അതിനുശേഷം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അസാധാരണമായ വിധം ഉള്ള പ്രതിഷേധം നിയമസഭയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. നേരത്തെ നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടുള്ളത് കെ മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സമയത്തായിരുന്നു. അന്ന് സ്പീക്കറുടെ സീറ്റിന് മുന്നിലേക്ക് വന്ന് സ്പീക്കറുടെ സീറ്റ് അടക്കം വലിച്ച് പുറത്തിട്ട അന്നത്തെ പ്രതിപക്ഷം, ഇന്നത്തെ LDF ഭരണപക്ഷം, അവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഇന്നാണ് വീണ്ടും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ അസാധാരണമായ വിധമുള്ള പ്രതിഷേധം നമ്മൾ കാണുന്നത്. സ്പീക്കറുടെ സീറ്റിന് മുന്നിലേക്ക് വന്ന് അൻവർ സാദത്ത്, മാത്യു കുളനാടൻ അടക്കമുള്ളവർ എത്തി. അപ്പോൾ വാച്ച് ആൻഡ് വാർഡ് കൂട്ടത്തോടെ എത്തിയാണ് അവരെ തടുത്തത്. അല്ലെങ്കിൽ സ്പീക്കർക്ക് മുന്നിലേക്ക് വരുന്ന തരത്തിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷം പ്ലാൻ ചെയ്തത്. എന്തായാലും അടിയന്തര പ്രമേയ ചർച്ച വേണ്ട എന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചതിന്റെ, അല്ലെങ്കിൽ ഭരണപക്ഷവുമായി ഇന്ന് സഭാ സമ്മേളനവുമായി സഹകരിക്കില്ല എന്ന തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അസാധാരണമായ വിധമുള്ള പ്രതിഷേധം ഇന്ന് നിയമസഭയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. സ്പീക്കർ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവും പരസ്പരം കൊമ്പ് കോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദത്തിൽ ഏർപ്പെടുന്നത് നമ്മൾ നിയമസഭയിൽ കണ്ടു. പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ രണ്ടുപേരും കൊമ്പ് കോർത്ത് നിൽക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം മാത്രം, പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞത് മാത്രം സഭാ ടിവിയിൽ ഉൾപ്പെടുത്തുകയും പ്രതിപക്ഷ നേതാവ് തിരിച്ച് രൂക്ഷമായ വിമർശനങ്ങൾ പറഞ്ഞത് അത് സഭാ ടിവിയിൽ നിന്ന് കട്ട് ചെയ്യുകയും ചെയ്തതോടുകൂടിയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും കടുത്ത പ്രതിഷേധത്തിലേക്ക് പോയത്. അങ്ങനെ സമീപകാലത്ത് കേരള നിയമസഭ കണ്ടെത്തിയിട്ടില്ലാത്ത തരത്തിലുള്ള അസാധാരണമായ പ്രതിഷേധമാണ് ഇന്ന് നിയമസഭയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രതിപക്ഷം സഭ ഇന്ന് പിരിഞ്ഞ സാഹചര്യത്തിൽ പുറത്ത് അല്പസമയത്തിനകം നമ്മുടെ പ്രതിനിധി ഗോപാൽ അവിടെയുണ്ട്. അല്പസമയത്തിനകം പുറത്തെത്തി മാധ്യമങ്ങളെ കണ്ട് പ്രതിപക്ഷത്തിന്റെ നിലപാട് വിശദീകരിക്കും. എന്തായാലും മലപ്പുറവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാം എന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തു. 2 മണിക്കൂർ ചർച്ചയാണ് തീരുമാനിച്ചത്. 12 മണി മുതൽ 2 മണി വരെയുള്ള ചർച്ച. മുഖ്യമന്ത്രി എന്ത് പറയുന്നു എന്നുള്ളത് രാഷ്ട്രീയകരണത്തിൽ പ്രധാനപ്പെട്ടതായിരുന്നു. പക്ഷേ പ്രതിപക്ഷം തീരുമാനിച്ചുറച്ചു തന്നെയാണ് വന്നത്. സഭാ നടപടികളുമായി ഒരു തരത്തിലും സഹകരിക്കില്ല എന്ന നിലപാട് പ്രതിപക്ഷം എടുത്തു വന്നു. അതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പരസ്പരം കൊമ്പുകോർത്തത്. അസാധാരണമായ വിധം ഒരു അറ്റാക്കിംഗ് മോഡിൽ, പ്രതിപക്ഷം സാധാരണഗതിയിൽ ഒരു അറ്റാക്കിംഗ് മോഡിലാണ് ഉണ്ടാവുക. ഭരണപക്ഷം അതിനെ നൈസായി മന്ത്രിമാരും മറ്റും നേരിടുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഭരണമെടുക്കുന്ന തന്ത്രം പ്രതിപക്ഷം എങ്ങനെയാണോ ഇക്കാര്യത്തെ നേരിടുന്നത് അതേ മോഡിൽ തന്നെ തിരിച്ച് നേരിടാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഒരു അറ്റാക്കിംഗ് സ്വഭാവം. നിയമസഭയിൽ അങ്ങേയറ്റം കാലുഷ്യം നിറഞ്ഞ സാഹചര്യമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഈ ചോദ്യങ്ങൾ ഒഴിവാക്കുന്ന സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഇന്ന് പ്രതിപക്ഷത്തിന്റെ തുടക്കം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വാഗ്വാദത്തിലേക്ക് പോയി. മാന്യതയില്ലാത്ത പെരുമാറ്റമെന്ന പരസ്പരാക്ഷേപത്തിലേക്ക് അത് പോയി. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് നൽകുന്ന മറുപടി സഭാ TV പ്രക്ഷേപണം ചെയ്യാതെ തടഞ്ഞു വെക്കുന്ന വിവേചന സമീപനം സ്വീകരിക്കുന്നു. അത് വീണ്ടും വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് മലപ്പുറവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മലപ്പുറത്തിനെതിരായിട്ട് ഉയർന്നു വരുന്ന നിരന്തരമായ ആക്ഷേപ സ്വഭാവമുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ അത് ചർച്ച ചെയ്യണം. ഒപ്പം മുഖ്യമന്ത്രിയുടെ ദുരൂഹമായ PR ഏജൻസി ഇടപാടുകൾ ഡിസ്കസ് ചെയ്യണമെന്നതായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിൽ നിന്ന് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അത് സർക്കാർ പൊടുന്നനെ അംഗീകരിച്ചു. 12 മണി മുതൽ 2 മണി വരെയുള്ള സമയം ആ വിഷയം ചർച്ച ചെയ്യാം എന്ന് സമ്മതിച്ചു. പക്ഷെ അതിനുശേഷമാണ് സഭാ ടിവിയുടെ സ്ട്രീമിംഗ് വരുന്നത്. അതിൽ പ്രതിപക്ഷ നേതാവ് പറയുന്ന ഭാഗം മാത്രം കട്ട് ചെയ്ത് കളയും. മുഖ്യമന്ത്രിയുടെ തഗ് ഡയലോഗുകൾ, മുഖ്യമന്ത്രി പറഞ്ഞ കടന്ന പ്രയോഗങ്ങൾ, ഇവയെല്ലാം അതിലുണ്ട്. അതിന് മറുപടി പറഞ്ഞ VD സതീശന്റെ വാക്കുകളെ വെട്ടിക്കളഞ്ഞു. ഏതൊക്കെയായിരുന്നു മറുപടി? മുഖ്യമന്ത്രി പറയുന്നത്, എന്നെ ഈ നാടിനറിയാം, എന്നെക്കുറിച്ച് ആളുകൾക്ക് നല്ല വിചാരമുണ്ട്, ഞാൻ അഴിമതിക്കാരനല്ല എന്ന് നാട്ടുകാർക്ക് അറിയാമെന്നൊക്കെ അദ്ദേഹം പറയുന്നു. ആളുകൾക്ക് നിങ്ങളെക്കുറിച്ചാണ് സംശയമെന്ന് പ്രതിപക്ഷത്തെ ആക്ഷേപിക്കുന്നു. അപ്പോൾ പ്രതിപക്ഷം അതിന് മറുപടി പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ, താങ്കളെക്കുറിച്ച് ജനം എന്താണ് ചിന്തിക്കുന്നതെന്ന് താങ്കൾക്കറിയില്ല, താങ്കളുടെ ചുറ്റുമുള്ള അവതാരങ്ങൾ പറയുന്നത് മാത്രം കേട്ടാണ് താങ്കൾ ഭരിക്കുന്നത് പോലെയുള്ള മറുപടി പറയുന്നു. ആ മറുപടി ഭാഗങ്ങൾ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പറഞ്ഞ അതേ ക്വാളിറ്റിയിലുള്ള മറുപടിയാണ് തിരിച്ചു പറയുന്നത്. ആ മറുപടി ഭാഗങ്ങൾ സംപ്രേഷണം ചെയ്യേണ്ടതില്ല എന്ന് N. ഷംസീറിന്റെ ഓഫീസ് തീരുമാനിക്കുകയാണ്.
അപ്പോൾ അത് വലിയ പ്രതിഷേധത്തിലേക്ക് വീണ്ടും കാര്യങ്ങളെ കൊണ്ടുപോവുകയും അത് ഡയസിന് മുമ്പിലേക്ക് വന്ന് പ്രതിഷേധിക്കുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയും ചെയ്തു. സഭാ സമ്മേളനം ഇന്ന് അവസാനിപ്പിക്കാൻ സ്പീക്കർ തീരുമാനിക്കണം. അതുകൊണ്ട് 12 മണിക്ക് മലപ്പുറവുമായി ബന്ധപ്പെട്ട PR ഏജൻസി ദുരൂഹതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ട കാര്യം. നിയമസഭ അക്ഷരാർത്ഥത്തിൽ വലിയ പ്രതിഷേധത്തിന്റെ വേദിയായി മാറിക്കഴിഞ്ഞു. പ്രതിപക്ഷം, സർക്കാരിന്റെ ഡിഫൻസ് സ്വാഭാവികമാണ്, സർക്കാരിന്റെ പ്രതിരോധം സ്വാഭാവികമാണ്, സർക്കാർ ഇങ്ങനെ ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് പോകുന്ന സ്വാഭാവികമാണ്. പക്ഷേ പ്രതിപക്ഷം ഒരു നിലക്കുമുള്ള വിട്ടുവീഴ്ച വേണ്ട എന്ന വളരെ കർശനമായ സമീപനം ആദ്യത്തെ ഫ്രം ദ വെരി ബിഗിനിങ് അവർ സ്വീകരിക്കുകയാണ്. തുടക്കം മുതൽ തന്നെ സർക്കാരുമായിട്ട് ഒരു ആക്രമണോത്സുകമായ പ്രതിഷേധത്തിന്റെ രീതി അവലംബിക്കുകയാണ് ശരിക്കും എന്ന് തന്നെ കാണാൻ കഴിയും.